ചിഹ്നം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 2026 ഭയങ്കര മാറ്റം സംഭവിക്കാൻ സാധനമുള്ള ചിഹ്നാന്ന് പറഞ്ഞു BJP. That's how Robin perceives it. റോബിന്റെ മാത്രം കാഴ്ചപ്പാ അത് അവര് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. തീർച്ചയായും സാധാരണ ജനത എന്നതിൽ ചോദിക്കുകയാണ്. അപ്പൊ 2 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോകും. അപ്പൊ 10 വർഷത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ട് അത് ആദ്യം പറയാം. ഞാനിങ്ങനെ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെയോ ഒന്നും അനുഭാവിയൊന്നും അല്ല. ഓക്കെ, എനിക്ക് പിണറായി ഭരണത്തില് അസംതൃപ്തിയൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ഗവൺമെന്റ് വരെ വരുന്നതിലും എനിക്കതിലൊരു ഓപ്പോസിഷൻ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ജനങ്ങൾക്ക് വേറൊരു ഭരണമാറ്റത്തിന് താല്പര്യമുണ്ട് എന്ന് എന്നെക്കാളും കൂടുതൽ എന്താ പറയാ, ഞാൻ സാധാരണക്കാരിയാണ്. പക്ഷെ എന്നാലും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ ഭരണം മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2 വർഷം എന്താണ് പൊതുവെയുള്ള അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങൾ ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം. എന്താ പറയണേ? മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, മാറണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാരും കൂടെ കളക്റ്റീവ് ആയിട്ടുള്ള തീരുമാനമാണല്ലോ. ഇലക്ഷൻ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ല, ഓരോരുത്തർ ഇൻഡിവിജ്വൽ തീരുമാനമാണല്ലോ മെജോറിറ്റി തീരുമാനമായിട്ട് മാറുന്നത്. അപ്പൊ ആർക്കാണോ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണ് ജയിക്കട്ടെ. പിണറായിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നല്ലൊരു നേതാവാണ്, ഇഷ്ടമാണ്. നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല. ഈ പിണറായി ആണോ ഉമ്മൻചാണ്ടിയാണോ നല്ല നേതാവ് ചോദിച്ചാൽ എന്താ പറയാ? ജനപ്രിയൻ എനിക്ക് തോന്നുന്നു എന്നും ഉമ്മൻചാണ്ടി സാറാണ് അല്ലെ. നമുക്ക് അദ്ദേഹത്തോട് ഒരു ജനനേതാവ് എന്നതിലുപരി അദ്ദേഹത്തോടൊരു വലിയൊരു സ്നേഹം നമുക്ക് അദ്ദേഹത്തോടുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് പിണറായി സാറാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ ഒരു റഫ് ആൻഡ് ടഫ് നേതാവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ, ഇത് ജനപ്രിയൻ ഉമ്മൻചാണ്ടി സാറാന്ന് തോന്നുന്നു. പക്ഷെ ഒരു ശക്തനായ നേതാവ് ഇരട്ടൻ ജഗൻ എന്നൊക്കെ പറയുന്നത് പിണറായി സാറിനെയാണ്. സപ്പോസ് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആര് മന്ത്രിയായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് അവര് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ പറയാ, അതൊക്കെ പാർട്ടിയൊക്കെ ആയിരിക്കുമല്ലോ തീരുമാനിക്കുന്നത്. യുവ നേതാക്കൾ ആരെങ്കിലും വരട്ടെ എന്നൊരു ആഗ്രഹം അല്ലെ. കാണുന്ന യുവ നേതാക്കന്മാരൊക്കെ VD സതീശ് ഒരു നേതാവാണ്, നല്ല നേതാവാണ്. ആണോ? എനിക്കറിയില്ല, അദ്ദേഹത്തെ അങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല. സോറി. വാർത്തകളിലൊന്നും കാണാറില്ല VD സതീശനെ. അദ്ദേഹത്തിന് ഇപ്പൊ ലാസ്റ്റ് എന്താ ഞാൻ കണ്ടേ, നമ്മുടെ വീണ മാഡത്തിന്റെ വന്നപ്പോഴത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടിരുന്നു. അതാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. VD സതീശൻ പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം ഭയങ്കര തള്ളാണ്, മൈക്ക് കിട്ടിയ ഭയങ്കര തള്ളൂന്ന് പൊതുവെ പറയാറുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. തള്ളല്ലോ, ശക്തമായിട്ട് സംസാരിക്കുന്നതല്ലേ ആരാണെങ്കിലും. നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവര് ഏത് കാര്യത്തിനും വളരെ ശക്തമായിട്ട് പ്രതികരിക്കും, അവരുടെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും. അങ്ങനെയാണല്ലോ, അതങ്ങനെ ഒരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരാളുടെ ഒരു ട്രേറ്റ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഡയാനന്റെ ഏറ്റവും അടുത്ത അദ്ദേഹം മത്സരിക്കുന്നുണ്ടാവും പാലക്കാട് മിക്കവാറും. അടുത്ത മന്ത്രിയായിട്ട് പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, വരട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം വളരെ നല്ലൊരു വിഷനുള്ള ഒരു വ്യക്തിയാണ്, കാഴ്ചപ്പാടുകളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു നേതാവായിരിക്കും. കാരണം ഞങ്ങൾ ഒരുമിച്ച് രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന്റെ കീഴിൽ ഷോസ് ചെയ്തപ്പം അപ്പോഴേ നല്ലൊരു ഗൈഡൻസ് തരുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കലാമേഖല എടുക്കുവാണെങ്കിൽ നല്ല നല്ല എന്താ പറയാ കാഴ്ചപ്പാടുകളും നല്ല ഗൈഡൻസും നല്ലൊരു മെന്ററിങ്ങും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിക്കുന്ന ഹിസ് എ വെൽ സ്പോക്കൺ പേഴ്സൺ. നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല കാഴ്ചപ്പാടുകളുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു നേതാവായിരിക്കും തീർച്ചയായിട്ടും. 2026 കുറെ അധികം പ്രമുഖന്മാരായ ആൾക്കാർ BJPയിലേക്ക് വരുന്നുണ്ട്. ഡോക്ടർ റോബിൻ വന്നു, അഖിൽ മാരാർ വന്നു, അത് കാണുന്നുണ്ടോ? ശ്രദ്ധിച്ചിരുന്നു. അതെ. എന്താണ് പൊതുവെ അഭിപ്രായം BJPയിലേക്കുള്ള? വ്യക്തമായ തീരുമാനത്തിന്റെ പുറത്ത് അവരെടുക്കുന്ന ചുവടുവയ്പ്പുകളല്ലേ നമ്മൾ മാനിക്കണം. പേഴ്സണൽ തീരുമാനമാണ്, പേഴ്സണൽ ഡിസിഷൻ ആണ്. ഇവരുടെ ഈ BJPക്കുള്ള കടന്നുകയറ്റം BJPയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വിചാരിക്കുന്നുണ്ടോ?
ഡോക്ടർ റോബിൻ 2 ദിവസം മുന്നേ പറഞ്ഞത് ഈ ചിഹ്നം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 2024 ഭയങ്കര മാറ്റം സംഭവിക്കാൻ സാധനമുള്ള ചിഹ്നാന്ന് പറഞ്ഞു BJP. That's how Robin perceives it. ആ റോബിന്റെ മാത്രം കാഴ്ചപ്പാട്, റോബിന്റെ കാഴ്ചപ്പാട് അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഡയാനയുടെ കാഴ്ചപ്പാട് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ശക്തമായ BJP. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ BJPയും അതുമായിട്ട് ഇങ്ങനെ പുറകിൽ തന്നെ ഉണ്ട്, കട്ടക്ക് പിടിച്ച് നിൽക്കുവായിരുന്നു. BJP കട്ടക്ക് ഉണ്ട്. BJP കട്ടക്ക് പോയിട്ട് ഏഴായാലത്തില്ല എന്നാണ് മൊത്തത്തിൽ കേരളത്തിൽ മെജോറിറ്റി ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏക പാർട്ടി. അനസ് ഇപ്പോ നിരീക്ഷിച്ചാൽ അങ്ങനെയാണ് അതാണ് കേരളത്തില് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് ഇതുവരെ നയങ്ങള് കൊണ്ടായിരിക്കും. അറിയാലോ അത് എനിക്ക് അറിയില്ലേ? അറിയാതെ ഓക്കെ ഓക്കെ ചോദിച്ചിട്ട് അധികം ബുദ്ധിമുട്ടില്ല. ഓക്കെ ശരി. അതെ 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 കേരളത്തിനെ ഒന്ന് യൂണിറ്റ് ചെയ്യണോ? എനിക്കൊന്ന് എന്താ പറയാ, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കേരളവും അതിലും ഇപ്പം സൗഹാർദ്ദത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ജാതി മത വർണ്ണ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പിരിറ്റ് ഉള്ള ഒരു ജനതയാണ് നമ്മുടെ കേരളീയ ജനത. ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ വേറിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. നമ്മുടെ ഇടയിൽ ഇപ്പൊ കേരള സ്റ്റോറി എന്നുള്ളൊരു ചിത്രം ഇറങ്ങിയപ്പോഴൊക്കെ അതിനെതിരെ കേരളം ഒന്നാകെ എതിർത്തതും അതിനെ ഒത്തുചേർന്ന് നിന്നാക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ വി ബിലീവ് ഇൻ ദാറ്റ് ബ്രദർഹുഡ്, യൂണിറ്റി. അപ്പോ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ വരുന്നത് എന്നും നല്ല തന്നെയാണ്. ഓക്കെ. ഡയാന എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ, അതായത് പ്രധാനമന്ത്രിയായിട്ട് വേറൊരു പാർട്ടി BJP അല്ലാതെ ഇന്ത്യക്ക് മറ്റേ കോൺഗ്രസിലേക്ക് ഒരു ഭരണം കിട്ടണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? 15 വർഷമായി എന്താണ് BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ ഗൂഗിളിൽ ഏറ്റവും വേസ്റ്റസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് അടിച്ച നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആണ് വരിക. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? കോൺഗ്രസ് അത്യാവശ്യം അടിപൊളിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് BJP വരുന്നു. എപ്പോഴും കേന്ദ്രത്തിൽ അങ്ങനെയാണല്ലോ. വാജ്പേയി സർക്കാർ ഭരണ സമയത്ത് BJP ആയിരുന്നു. പിന്നീട് വീണ്ടും മൻമോഹൻ സർക്കാർ വന്നപ്പോ കോൺഗ്രസ് ആയി. പിന്നീട് BJPയിലേക്ക് പോയി. വീണ്ടും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. ഓക്കെ താങ്ക് യു. വണ്ടി ഏതാണ്?